ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാണ് വീഡിയോസ് നിർത്തിയത്, വീഡിയോസ് ഇടണോ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം കേട്ടപ്പോൾ. ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ മെസ്സേജ് വരുന്ന റിലേറ്റീവ്സൊക്കെ പറയുക വിശേഷങ്ങളൊന്നും അറിയണില്ല വീഡിയോസ് ഇടാത്ത കാരണമെന്ന്. അപ്പോൾ അതാ പുതിയൊരു വിശേഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഒരു അടിപൊളി സ്ഥലത്തേക്ക്. എല്ലാവരും ഉണ്ട് കേട്ടോ, സേന മാത്രമല്ല, ലൈക്കിൻ്റെ അനിയത്തി മാത്രമല്ലേ അവളിവിടെ ഉണ്ടെങ്കിലും അവളെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. ബാക്കി എല്ലാവരും ഉണ്ട്. ഉപ്പുണ്ട്, അനിയൻ്റെ വൈഫുണ്ട്, അനിയന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും, ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് പോണ വഴിയിൽ വേറൊരു സ്ഥലത്ത് കയറാനുണ്ടായിരുന്നു, അങ്ങോട്ടാണ് ഇപ്പോൾ പോയത്. അപ്പോൾ ഇടയിൽ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്ക് അടിക്കാൻ പറയണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മക്കളായിട്ട് പോകുമ്പോൾ അറിയാലോ നിങ്ങൾക്ക്, ഭയങ്കര ബഹളമായിരുന്നു. നമുക്ക് ഒരു സമാധാനത്തിൽ വണ്ടിയിൽ എന്തായാലും ഇരിക്കാൻ പറ്റില്ല, എന്നാലും നമ്മൾ അങ്ങോട്ട് ഇറങ്ങി തന്നെ അവരായിട്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല മക്കൾ. അപ്പോൾ ഇതാ അവിടെ ലൈക്കാൻ്റെ ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. വരുമ്പോൾ 2 മാസമായി വന്നിട്ട്, ഇനിയും കുറച്ചും കൂടി നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോസ് ഇടായിരുന്നത് വേറെ ഒന്നുമല്ല, ചെറിയൊരു മടിയും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇടയിൽ കയറി വന്ന് അങ്ങനെ സ്റ്റോപ്പായി പോയതാണ്, അല്ലാണ്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല. അങ്ങനെ നിർത്തിയതാണ്. ഇപ്പോൾ ഞാൻ പിന്നെയും ഒന്നും കൂടിയും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ മക്കളായിട്ട് ഇതപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുന്നത് എവിടേക്കാ വെച്ചാൽ ബിസിനസ് ബേക്കാണ്. അവിടെ നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ സ്ഥിരം ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഗ്രീൻലാൻഡ് കിസീസിലുള്ള. അവിടെ പോയിട്ട് നല്ല ചായ കുടിച്ചിട്ടാണ് പോണത്. മക്കളായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയുള്ള അവസ്ഥ ഒന്നും പറയണ്ടല്ലോ, ആകെ അലമ്പായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നിട്ട് എല്ലാവരും വിശേഷം, വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് കാലം എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ ഇനി വീഡിയോസ് ഒന്നും ഇടില്ല വിചാരിച്ചിട്ട് ആരും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കേണ്ട, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നല്ല ചായ, നമ്മൾ ഒരുപാട് അവിടുത്തെ വെറൈറ്റീസ് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതാ ഈ പപ്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാ എല്ലായിടത്തുനിന്നും കിട്ടുന്ന പോലത്തെ വലിയ പപ്സ് ഒന്നുമല്ല, നല്ല ചെറിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പപ്സ്, പുറത്ത് നല്ല ക്രഞ്ചും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പപ്സൊക്കെ ആയിരുന്നു. ഓക്കെ, അങ്ങനെ നല്ല ചായ കുടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നതാണ് എമീർ. ഇത് ലൈക്കിൻ്റെ അനിയൻ്റെ മോനാണ്. ആളൊരു പാവാട്ടോ, നല്ല പാവാണ്. ഐബക്കിൻ്റെ അത്ര ഒന്നും വികൃതിയില്ല, പക്ഷെ ഐബക്ക് നല്ല വികൃതിയാണ്. എമീറിന് നല്ല അടിക്കും, പക്ഷെ ആളൊരു പാവാണ്. എന്നാലും ഐബക്ക് ഇച്ചിരി പിന്നാലെ പോകട്ടോ. ആൾ ഭയങ്കര പാവാണ്, നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഹോളിഡേ ഹിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് പേരിലുള്ള നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലിലാണ് ഇന്ന് സ്റ്റേ ഉള്ളത്. നമ്മൾ അവിടുത്തെ പ്രൊസീജിയറൊക്കെ വേഗം തീർത്തിട്ട് ഇതാ ഉള്ളിൽ കയറാൻ പോവാണ്. ഞങ്ങളെല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം യു എയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഉപ്പ ഇന്ന് നമ്മളെ കൂടെ നിൽക്കില്ല, കാരണം ഉപ്പ ഇന്നലെ വന്നതാണ്. ഉപ്പാക്ക് വീക്കിലി വൺസ് ആണ് ലീവുള്ളൂ. അപ്പോൾ ഉപ്പാനെ ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് കണ്ടിട്ടൊക്കെ ഉപ്പാനെ കൊണ്ടാക്കി കൊടുക്കാനും പോകണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. നമുക്കൊരു 25th ഫ്ലോറിലാണ് റൂം കിട്ടിയത്. ഒരു 2 BHK നല്ല പ്രീമിയം റൂമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുത്തെ വ്യൂ, ഒരു രക്ഷയില്ല. നമ്മൾ റൂമിലും വലിയൊരു ഹാളിൽ വലിയൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അതിൽ കൂടെ നോക്കുമ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ പിന്നെ റൂമിൻ്റെ വീഡിയോസൊന്നും ഇങ്ങനെ വല്ലാണ്ടൊന്നും കാണിച്ചിട്ടില്ല. പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ആകെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആകെ കോളായി. നമ്മൾ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. 2 വാഷ്റൂമും 2 റൂമും കിച്ചണും ഹോളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് റൂമായിരുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു കേട്ടോ. അപ്പം മക്കളൊക്കെ എന്താ പറയുക, നല്ല ഹാപ്പിയാണ്. ഫസ്റ്റ് അത് പുതിയ റൂമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്, ഇനി ഇവിടെ നിൽക്കുമോ, ഇനി പുതിയ റൂമാണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു മക്കൾക്ക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. പിന്നെ ഉമ്മ ഒന്നും മക്കളെ അങ്ങോട്ട് ബാൽക്കണിക്ക് അടുപ്പിക്കുന്നുണ്ടായാലും ഉമ്മക്ക് പേടിയായിട്ട് അങ്ങോട്ട് പോരെ എന്ന് പറയട്ടോ. അപ്പോൾ നമ്മൾ രാത്രി തന്നെ പൂളിൽ ഇറങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. നല്ല വൈബായിരുന്നു. അവിടുന്ന് ആ ബിസിനസ് പേന്ന് ആ ലൈറ്റൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ദുബായിയുടെ എന്താ പറയുക, ബുർജ് ഖലീഫിൻ്റെ ഒക്കെ എടുത്തായിരുന്നു, പക്ഷേ ബുർജ് ഖലീഫ നമുക്ക് വിസിബിൾ ആയിരുന്നില്ല കേട്ടോ. എന്തായാലും നല്ല ഭംഗിയായിരുന്നു, നല്ല അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം. പൂൾ എങ്ങനെ വരുന്നത് വെച്ചാൽ മക്കൾക്ക് വേറെ എന്ന് വെച്ചാൽ 5 വയസ്സിന് താഴെ വേറെ, പിന്നെ വലിയവർക്ക് വേറൊരു പൂളാണ്. വലിയ പൂളിൽ കൂടുതൽ ഇറങ്ങിയിട്ടില്ല, മക്കളെ പൂളിലായിരുന്നു നമ്മൾ ചെറുതായിട്ടൊന്ന് ഇരുന്നിട്ടുള്ളൂ. ഫുള്ള് മക്കളെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ, കാരണം അവർ ഹാപ്പിനെസ്സിനാണല്ലോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ രാത്രി നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട് എല്ലാവരും.
അങ്ങനെ പൂളിലൊക്കെ കുളി കഴിഞ്ഞ് നേരെ ഇനി റൂമിൽ പോവാണ്. റൂമിൽ പോയിട്ട് ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് വേണം ഉപ്പാനെ കൊണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ ഇതാണ് ഒരു നൈറ്റ് വ്യൂ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ ഗ്ലാസ്സിലൊക്കെ എല്ലാവരും ഇങ്ങനെ കാണുന്ന കാര്യം ഞാൻ കൂടുതലൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതാ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇനി ഉപ്പാനെ കൊണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് ഉപ്പാനെ കൊടുക്കുക. പിന്നെ രാത്രി കാരണം കുറച്ച് ട്രാഫിക്കിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയൻ വന്നിട്ടില്ല, അവന് ഉപ്പാൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവനെ അവിടുന്ന് എടുത്തിട്ടാണ് നമ്മൾ പോണത്. പോണ വഴിക്ക് മക്കളൊക്കെ പൂളിൽ കളിച്ച് ക്ഷീണം കൊണ്ട് നല്ല ഉറക്കമായിരുന്നു. അവിടുന്ന് എണീച്ചിട്ട് വേണം ഫുഡ് കൊടുക്കാൻ എല്ലാവർക്കും. കാരണം അവിടെ ഇനി വേറെ ഫുഡ് ഉണ്ടാവില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമുക്ക് അലൗഡ് ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ രാത്രി എന്തായാലും എല്ലാവരും നല്ല പൂളിലൊക്കെ കുളിച്ച കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ഹെവി ആയിട്ട് തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോയിൽ ലൈക്കാനെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് പുതിയൊരു ലുക്കിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. 2 ദിവസം ഫുള്ള് ഈ ലുക്കിലാണ് ഈ ലൈക്കാനെ കാണാൻ പറ്റുക. അപ്പോൾ എന്താ തോന്നുന്നത് വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഉപ്പാൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കഴിച്ചത്. നല്ല രീതിയിലുള്ള നല്ല ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ. ഗഫൂർക്കാസ് തട്ടുകട എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് ഇവരിടക്കിടക്ക് കഴിക്കുന്ന ഒരു ഷോപ്പാണ്. അവിടെ നിന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ ഉറക്കത്തിൽ നിന്ന് എന്നിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് ഉപ്പാനെ കൊണ്ടാക്കാനാണ് നേരെ പോണത്. അപ്പോൾ ഉപ്പ അവിടെ സ്റ്റേ ചെയ്തിട്ടില്ല, ഉപ്പ നേരെ ഉപ്പാടെ സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ്. നമ്മൾ നേരത്തെ ചായ കുടിക്കാൻ വന്ന റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇതുള്ളത്. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ മേടിച്ച് റൂമിൽ പോയിട്ട് ഇനിയുള്ള വിശേഷങ്ങളൊന്നും കാണിച്ചിട്ടില്ല. നേരെ പോയി കിടന്നുറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കാണുന്നത് അടുത്ത ദിവസത്തെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ രാവിലെ ആയപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം 11 മണി വരെ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് അവിടെ പോയി നോക്കുമ്പോൾ നല്ല കാര്യം നമ്മളൊന്ന് അന്വേഷിക്കാൻ പോയി എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എടുത്തതാണ് ഇത്. എന്നിട്ട് മേലെ പോയി മക്കളൊക്കെ ആയിട്ടാണ് പിന്നെ താഴെ പോണത്. രാവിലത്തെ ഒരു വ്യൂ നോക്കി നോക്കൂട്ടോ. നമുക്ക് ഇസറൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഒരു പേടി പോലെ ഇരുന്ന് അങ്ങോട്ട് വീഴുമെന്നൊക്കെ. എന്നാലും വീഴുമൊന്നും ഇല്ല, അത് വേറെ കാര്യം. എന്നാലും ഒരു എന്താ പറയുക നല്ല ഇതിലിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു പേടിയും സന്തോഷത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങ് നോക്കുമ്പോൾ ബുർജ് അൽ അറബ് കാണുന്നുണ്ട്. അല്ലാണ്ടൊന്നുമില്ല, എന്നാലും സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആയ കാരണം മക്കളൊന്നും വല്ലാണ്ട് കഴിച്ചിട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. നൂഡിൽസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ് ഇസ്ര അവരൊക്കെ കഴിച്ചിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് അങ്ങനത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറേ കഴിച്ച്. അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും മക്കൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നും കൂടി ഇവിടെ നിന്ന് നിൽക്കണില്ല. ഇന്നൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പൂളിലൊക്കെ ഒന്നും കൂടി ഇറങ്ങി അങ്ങനെ ഇവിടുന്ന് പോകാമെന്നുള്ള പ്ലാനാണ്. ഇന്ന് സൺഡേ ആണ് കേട്ടോ ഇന്ന് വരുന്നത്. അപ്പോൾ മൺഡേ ഇനി സ്കൂളുണ്ട്, ഡ്യൂട്ടി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൗണ്ടർ. നല്ല ഭംഗിയിൽ എല്ലാതും പെട്ടെന്ന് തന്നെ കഴിയുന്നതോറും ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ നല്ല സർവീസ് ആയിരുന്നു. എന്താ പറയുക, ഭയങ്കര പ്രീമിയം ലെവലിലാണ് എല്ലാതും സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായാലും എല്ലാതും. പിന്നെ അവിടെ ഉള്ളതും അങ്ങനെ ആരും മലയാളീസിനൊന്നും കണ്ടിട്ടില്ല. ഒക്കെ വേറെ രാജ്യക്കാരെ ഇരുന്ന്, ഇന്ത്യൻസിനെ അങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല അവിടെ. എന്തായാലും എല്ലാതും അടിപൊളിയെന്ന് ഒന്നും പറയല്ലോ. ഒക്കെ സെറ്റപ്പിലാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് അവിടെ നിന്ന് ഞാൻ കഴിച്ചത് ഒരു ചിക്കൻ്റെ കൊറിയൻ ടൈപ്പ് ഡിഷ് ആയിരുന്നു. നല്ല സോസൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് കഴിക്കാൻ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ അറേഞ്ച്മെൻറ്റ് കണ്ടോ, നല്ല ഒരു പ്രീമിയം ലുക്കിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ അറേഞ്ച്മെൻറ്റ് കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നൂല, കാരണം എടുത്ത് വലിച്ചിടാൻ തോന്നൂല, കാരണം അത്രയ്ക്ക് ഭംഗിയിലാണ് അവർ വെച്ചിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ഫ്രിഡ്ജ് പോലത്തെ ഉണ്ട്. അതിൽ ചീസ്, ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസുകൾ തന്നെ ഇരിക്കുന്നുണ്ട്. യോഗട്ട്, മിൽക്ക് ഒക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ തോന്നൂല, കാരണം അത്ര ഭംഗിയിലാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ വെച്ച് ഫോക്കും നൈഫൊക്കെ വെച്ചിട്ട് ലായിക്ക് കഴിക്കാൻ പഠിപ്പിച്ച് തരാണ് കേട്ടോ അത് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇതാണ് ഞാൻ കഴിച്ച ഡിഷ്.
ഇത്ര കഴിച്ചുള്ളൂ. കാരണം നമ്മൾക്ക് ഒരുപാടൊന്നും കഴിക്കാൻ തോന്നൂല, കാരണം അവിടെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ എന്താ പറയുക, ഒരുപാടൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ആയ കാരണം നമ്മളൊരു മാനേഴ്സ് കീപ്പ് ചെയ്യണമല്ലോ. മക്കൾക്ക് പിന്നെ എണീറ്റ് വന്ന കാരണം വല്ലാണ്ട് ഫുഡൊന്നും ഇറങ്ങിയിട്ടില്ല. ഇസ്രമോള് പിന്നെയും കഴിച്ചു. വൈബക്കാണ് ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഇരുന്നിരുന്നത്, ഒരു മൂടില്ലാണ്ട്. പക്ഷേ ഇനി നമ്മൾ ഉച്ചക്ക് പുറത്ത് പോയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അതുവരെ ഇനി ഒന്നും ഫുഡൊന്നും കിട്ടൂല, അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം നമ്മൾ കഴിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് റൂമിലേക്കാണ് പോണത്. റൂമിൽ പോയി ഇനി ഇതാ അടുത്ത പൂൾ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ടൈമൊന്നുമില്ല കേട്ടോ, നമ്മൾ ഇറങ്ങാൻ തോന്നിയപ്പോൾ മക്കളൊന്നും കൂടി ചേഞ്ച് ചെയ്തിട്ട് കൊടുത്തന്നെ. അപ്പോൾ അതിന് സൈഡിൽ ഇതുപോലെ ഒരു സ്ലൈഡിൻ്റെ ചെറിയൊരു പാർക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ, അതുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കണം 2 ദിവസം. അതാണ് നമുക്ക് വേണ്ടത്, നമ്മൾ ഉദ്ദേശം അത് തന്നെ ഇരുന്ന്. അപ്പോൾ നമ്മൾ നിന്നിരുന്ന ഹോട്ടലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ലായ്ക്കിൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് ബിസിനസ് വില്ല ദുബായിൽ. എന്താ പറയുക, അവിടെ നമ്മൾ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ലായ്ക്കാൻ്റെ ഓഫീസ് ബിൽഡിങ് നമുക്ക് കറക്റ്റ് കാണാമായിരുന്നു. ആ ഒരു സ്ഥലത്താണ് നമ്മൾ നിന്നിരുന്നത്. പിന്നെ ഭക്ഷണം പുറത്തുനിന്ന് കൊടുന്ന് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. കൊടുന്ന് അതൊക്കെ കഴിച്ച് എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുകയാണ്. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങി ഉച്ചയ്ക്ക്. എന്നിട്ടാണ് നമ്മൾ പോയത് കേട്ടോ, കാരണം ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസമാണല്ലോ സൺഡേ. അപ്പോൾ ഉറക്കം നമുക്കത് കളയാൻ പറ്റില്ല. അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. ഇസ്ര എല്ലാവരും ഉറങ്ങിയപ്പോൾ, മീൻസ് ഐബക്കും എമീറും ഉറങ്ങിയപ്പോൾ അവൾ സുഖമായിട്ടിരിക്കുകയാണ്. കാരണം എപ്പോഴും തല്ലാണ് മക്കൾ, 3 ആളും കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും തല്ലോടും. അപ്പോൾ ഇവൾക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത് എല്ലാവരും ഉറങ്ങിയപ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള കാരണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും കിടന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ റൂം. അപ്പോൾ ഒരു നൈറ്റിൽ വരുന്ന ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, പോകാൻ തോന്നുന്നുണ്ടല്ലോ സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും പോയല്ലേ പറ്റൂ. അപ്പോൾ നമ്മൾ രാത്രി കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് അവിടുന്ന്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് പിന്നെ വരാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.